ഒളിച്ചോടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവൾ അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആംഗളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയിൽ ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറിയ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവർ ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. നമസ്കാരം കൂട്ടുകാരെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതായത് പ്രവാസിയായിട്ടുള്ള ഒരു ഭർത്താവ് നാട്ടിലേക്ക് വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 15 പവൻ സ്വർണവും അതുപോലെ കുഞ്ഞിനെയൊക്കെ കൊണ്ട് ഷഹല എന്ന പെൺകുട്ടി ഒളിച്ചോടിയ ഒരു സംഭവം. അതിനുശേഷം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ? ശരിക്കും നമ്മൾ എന്താ മണ്ടന്മാരാണോ എന്നുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഒളിച്ചോടി പോയ ഷഹലയുടെ ഉറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞ് ഒരു യുവതി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ വോയിസ് ഔട്ടാണ് എന്തായാലും ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതിൽ പറയുന്നത്, എനിക്ക് അവളെ ന്യായീകരിക്കാൻ പറ്റില്ല, അവൾ ചെയ്തത് 100% തെറ്റാണ്, എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സംസാരം തുടങ്ങുന്നത്. ഹലോ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടില്ല ഇന്ന് രാവിലെ, നമ്മൾ ഷഹല കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്, ഞാനവളെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയാം. കാരണം നമ്മൾ ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷെ എന്തായാലും എന്നാലും കഴിഞ്ഞിട്ട് ഒരു കൂട്ടുകാരി പറയുന്ന കാര്യങ്ങളാണ് അത്ഭുതം കേട്ടോ. പുള്ളിക്കാരി പറയാണ്, ഷഹലയ്ക്ക് അവിടെ ഭയങ്കര പ്രയാസമായിരുന്നു, സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു, ഗൂഗിൾ പേ പോലും ഇല്ലായിരുന്നു, വീട്ടിൽ നാത്തൂൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെ. ഒന്ന് കേൾക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏത് കുടുംബത്തിലാണ് ചെറിയ പിണക്കങ്ങളും അതുപോലെ നാത്തൂൻ പോലും ഇല്ലാത്തത്? ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റും പോലെ രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അത് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ സ്വന്തം വീട്ടുകാരോട് കാര്യങ്ങൾ പറയാം. അതല്ലെങ്കിൽ ചർച്ച ചെയ്ത് അന്തസ്സായിട്ട് ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാം. അല്ലാതെ ഫോൺ വാങ്ങി തന്നില്ല, ഗൂഗിൾ പേ ഇല്ല, നാത്തൂൻ പ്രശ്നക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭാര്യയും 3 മക്കളുമുള്ള വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടാനാണോ ഈ ഒരു ന്യായീകരണം കണ്ടെത്തുന്നത്? ഒരുപാട് അനുഭവിച്ച കുട്ടി. ഇപ്പൊ ഞാൻ കുറെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി നോക്കാം. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് ഇട്ട് നമ്മൾ ഒരിക്കലും കരുതരുത് ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കാരണം അവൾ ചെയ്തത് 100% ഇതല്ലായിരുന്നു അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നെങ്കിലും നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോകാനോ വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷെ മുന്നൊരിക്കൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞു, പിന്നെ എല്ലാ പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതി അതിനോട്, എല്ലാത്തിനും. കാരണം ഈവൻ ഇപ്പോൾ നമ്മളെവിടെയും പോവുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ല ഞാനില്ല, ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ പോയിക്കോളി എന്ന് പറഞ്ഞത് എല്ലാത്തിനും മാറി നിൽക്കുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമ്മൾ അവളെ കോൺടാക്ട് ചെയ്യാനേ പറ്റില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. പറയില്ല നമ്മളോട് മൊബൈൽ ഇല്ലായിട്ടാണെന്ന്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ എന്തോ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി, ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ഇത്രയും കാലമായിട്ട് ഈ ഒരു മൊബൈൽ വാങ്ങാത്തെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ വലിയൊരു സ്റ്റോറിയാണ് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങളിപ്പോൾ ഇതിൽ GP വരെ ഇല്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാൻ ഒരു ദിവസം ഒരു സ്കാനർ എൻ്റെ കയ്യിൽ കിട്ടി പറഞ്ഞു ഇതൊന്ന് പേ ചെയ്യുമോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എനിക്ക് ഞാൻ എൻ്റെ കയ്യിൽ കിടാം, അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ചെയ്യാൻ ഈ ചെയ്തോ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതെല്ലാം എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ഉണ്ടെങ്കിൽ ഈ ചെയ്യില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടുപോയി ഇടിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് GP ഇല്ല എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞില്ല, അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവൾ അറിയുന്ന ഒരാളോട് ചോദിച്ചു അവളുടെ ലൈഫ് എങ്ങനെയാണെന്ന്. ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു പാവം കുട്ടിയാണ്, എന്താ നല്ലൊരു കുടുംബിനിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ചിന്തിച്ചു പിന്നെ എന്തായിരിക്കും ഇവള് മറക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ആലോചിച്ചു. ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അവളോട് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ ഉമ്മക്ക്
ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കണം. പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ജോലിയാണ്, പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ പഴയ കല്യാണം കഴിച്ച വീട്ടിൽ ബാക്കൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോൾ മുന്നിൽ ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഞാൻ നിൽക്കാറ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അവളെ വോയിസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിരിക്കും, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൂഫാക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം വിശ്വസിക്കും എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ ഒരു പ്രൂഫാക്കിയിട്ട് ഞാൻ പക്ഷേ ഞാൻ എൻ്റെ ഫോൺ മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളതുപോലെ ഒരു കല്യാണം കണ്ട സമയത്താണ് ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ച് തുടങ്ങിയത്. കാരണം ഫോണിലൂടെ ഇപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ്, ഞാനിവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാറില്ല. എന്നാലും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ചിട്ട് അവൾ വോയിസ് ഇടാം. ഞാൻ ചോദിച്ചിട്ടുണ്ടായി എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞത് സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ ഒക്കെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അത് എനിക്ക് ശീലമാണ്. ചിലപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്ററിലോ അടുത്തുണ്ടാവും, അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററിലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാരണം ഞാൻ ഇപ്പോൾ അവളുടെ വീട്ടിലാണ് പറഞ്ഞു, സിസ്റ്ററിലോൻ്റെ വീട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്. കാരണം അവൾ മേ ബി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിലുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ എങ്ങനെ ഇവിടെ താമസിക്കാൻ പോയതാണോ? അങ്ങനെ അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്, ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വിളിക്കും, അപ്പോൾ ഞാൻ ആ പണികളൊക്കെ ചെയ്യും. ചെയ്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പണിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ചെയ്ത് വെച്ച് അവളുടെ മകനുണ്ടല്ലോ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് ഒന്നും പറയുന്നത് എന്നുള്ളത് ഞാൻ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അതിപ്പോൾ നമ്മൾ ആട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അതിനൊക്കെ എന്ത് പറയാനുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ മകൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഉമ്മ ആൻ്റിക്ക് എപ്പോഴും ആൻറ്റിയാന്ന് തോന്നുന്നു, ആൻറ്റിക്ക് എപ്പോഴും ഇവിടുന്ന് പണിയെടുത്ത് കൊടുക്കും, ആൻറ്റി എപ്പോഴും ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ള മോൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് വോയിസ് ഇടുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ നമ്മളൊരു ഫണ്ണായിട്ട് ചോദിച്ചു അതെന്തിനാ ഇനി അവർക്ക് പോയി പണിയെടുത്ത് കൊടുക്കുന്നത്? അന്ന അവൾ വേറെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്താലേ, പിന്നെ നീ അവിടെ പോയിട്ട് അവർക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പറഞ്ഞാൽ അതൊന്നും അപ്പോൾ നമ്മളൊന്നും പ്രതികരിക്കില്ല. അത് മിണ്ടാതെ പിന്നെ ഒരു ദിവസം കുറേ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു ദിവസം എന്തോ ഒരു സ്റ്റാറ്റസ് ഉണ്ടപ്പോൾ ഞാൻ അതിനെ റിപ്ലൈ ആയിട്ട് ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ചു. സമയത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വന്നത്? അപ്പം പറഞ്ഞു ഞാൻ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനിനി തിരിച്ച് പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യവും ഞാൻ ശ്രദ്ധിച്ചു. കാരണം തിരിച്ച് വീട്ടുകാർ പറഞ്ഞയച്ചതല്ല, പക്ഷെ മറിച്ച് ഹസ്ബൻഡ് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് അവൾ തിരിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്. ഒരു കാര്യത്തിന് നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഒന്നിനും അവൾ ഇറങ്ങില്ല. കാരണം മേബി ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ അതൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. എല്ലാ ലൈഫിലും നേരിടാൻ പോകുന്ന പ്രശ്നമാണ്. എപ്പോഴും ഇപ്പോൾ വലിയ പോണ പ്രശ്നം കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ലല്ലോ. അതൊക്കെ സഫർ ചെയ്ത് അപ്പോൾ എന്നോട് പറഞ്ഞ വീട് പണിയാണ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഹസ്ബൻഡിന്, അപ്പോൾ ഒന്ന് ഗൾഫിൽ പോകണം, ഗൾഫിൽ പോയാലെങ്കിലും സെറ്റ് ആവും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇതിനെല്ലാം നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് താല്പര്യമില്ല പോകാൻ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ പറഞ്ഞയക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാനല്ലേ, എൻ്റെ ആ ഷെഡിൽ ഞാൻ പറഞ്ഞില്ല, ആ ഷെഡിൽ നിന്ന് മാറി താമസിക്കേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു അതെ, പക്ഷേ അത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് പോവുകയാണെങ്കിൽ തന്നെ ഈ വീടിന് ഇപ്പോൾ നിൽക്കുന്ന ഷെഡിന് ഒരു അടിച്ചൊപ്പില്ല, അപ്പോൾ എന്തെങ്കിലും ആക്കി ആ വീട്ടിലെ ഒരു റൂമെങ്കിലും വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മാറാൻ ശ്രമിക്കണം, അങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു സങ്കടം നയിച്ച രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും. എപ്പോഴും എന്തിനൊക്കെ ആഗ്രഹിച്ച് എവിടെ എത്താൻ പറ്റാത്ത. പക്ഷെ ഒരിക്കലും ഒരു ഹസ്ബൻഡിനെ കുറ്റം അവൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ. അല്ലെ ഹസ്ബൻഡ് ചെയ്തു ഹസ്ബൻഡ് മൊത്തത്തിൽ ഒരു സൈലന്റ് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളൊരു വോയിസ് എടുക്കുമ്പോൾ പോലും അല്ലെങ്കിൽ അവിടുന്ന് പോലും എന്താ അങ്ങനെ പോലെ ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടോ അറിഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി സിസ്റ്ററിലായിരിക്കും അവരുടെ ഇഷ്യൂ എന്നുള്ളത്. കാരണം ഞാൻ അങ്ങനെ മോൻ പറഞ്ഞ വോയിസും അതേപോലെ അവളവിടെ പണിയെടുക്കാൻ പോയ രീതിയിലൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞ വോയിസിലൂടെ ഞാൻ കണക്ട് ചെയ്തു. ശരിയാവാന്നല്ല ശരിയാണ്. പിന്നെ അതുപോലെ എന്നോട് ഞങ്ങൾ രണ്ടുപേരെയും ഹോമായിട്ട് അറിയുന്ന ഒരാളെന്നോട് പറഞ്ഞു ഈ ശകല ഒന്നിൽ വരില്ല, അപ്പോൾ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും വരില്ല, ഭയപോലെയല്ല, ഇതിലൊന്നും മാറി നിൽക്കും, മേ ബി പിശുകൊണ്ടാവാന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരിക്കലും അങ്ങനെയല്ല, ഓരോരുത്തരുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ ഓരോ പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് അറിയില്ലല്ലോ.
അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ ലൈഫ് ഞാനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ അതൊക്കെ എന്തെങ്കിലും ഓരോ ജീവിതം ഓരോ രീതിയിലല്ലേ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് നമ്മൾ അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫ്രണ്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചു എന്താണ് ശൈലൻ്റെ ലൈഫ് എന്നുള്ളത്. അപ്പോൾ അവളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരോടൊക്കെ നമ്മൾ അന്വേഷിച്ചെന്ന് തോന്നുന്നത് എന്താണോ എനിക്കറിയില്ല. അപ്പോൾ എന്നോട് വന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ശൈല പഴയ രീതിയിലേ അല്ല നീ. അപ്പോൾ ഞാൻ അടുത്ത് കണ്ട സമയത്ത് തന്നെ ഒരുപാട് മെലിഞ്ഞു ക്ഷീണിച്ച് ഭയങ്കര ടയേർഡായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതൊന്നും ഇപ്പം അടുത്തുള്ള സംഭവങ്ങളൊന്നുമില്ലല്ലോ, ഒരു 6 മാസം 7 മാസം മുന്നേ ഒക്കെ ആയിരിക്കും കറക്റ്റ് എനിക്ക് ഓർമ്മ. കാരണം എൻ്റെ ഫോൺ ജസ്റ്റ് മാറിയോണ്ട് അല്ലെങ്കിൽ ഞാൻ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യുന്നു, ശാലൻ്റെ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനുള്ള പ്രയാസങ്ങളല്ല. അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒരിക്കലും കുറ്റപ്പെടുത്തലായിട്ട് കൊടുത്ത് വരെ പറഞ്ഞിട്ട് ഞാൻ കിട്ടില്ല. അപ്പം നമുക്കെന്നെ ചിന്തിച്ചാൽ അറിയാലോ, ഒരു പരിപാടിക്ക് വരില്ല, ഒരു പരിപാടിക്കും പങ്കെടുക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇല്ല പറയും. ഹസ്ബൻഡിൻ്റെ വീട്ടിലാന്ന് പറയുമ്പോൾ നമ്മളെ ചോദിക്കും എന്നാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു പോകാൻ പോലെ പറയുമ്പോൾ അതൊന്നും ചോദിക്കില്ല എന്നുള്ള രീതിയിലുള്ള അല്ല ഞാൻ എല്ലാം നോളെന്ന് സ്വയം തീരുമാനിച്ച പോലെ ആ രീതിയിൽ നമ്മൾ പറയും. അപ്പം തന്നെ കുറേ കാര്യങ്ങളായി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ സിസ്റ്ററിലോനെ ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേങ്കിൽ സിസ്റ്ററിലോനെ എനിക്കിപ്പോൾ ആസ് എ ഫ്രണ്ടായി നിൽക്കുന്ന സമയത്ത് ആസ് എ സിസ്റ്റർ എനിക്ക് പറയാം, കാരണം ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഒരു ഫ്രണ്ടായി നിൽക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഫ്രണ്ടിനോട് ഇപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ടല്ലേ നമുക്ക് സംസാരിക്കുള്ളൂ, അത് ഷെയർ ചെയ്യുള്ളൂ. അല്ലാതെ അത്ര ക്ലോസ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ആയാലല്ലേ നമുക്ക് കുറേ കാര്യങ്ങളോട് പറയാൻ പറ്റും. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തായാലും ഇതിനിടയിൽ ആ കൂട്ടുകാരി തന്നെ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് കേട്ടോ, ഭർത്താവ് ഒരു പാവമായിരുന്നു എന്നുള്ളത്. മരുഭൂമിയിൽ സ്വന്തമായിട്ട് ഒരു വീടെന്നുള്ള സ്വപ്നത്തിന് വേണ്ടിയിട്ട് ചോര നീരാക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ആയുസിന്റെ സമ്പാദ്യം എടുത്ത് കൂടെ ആ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി പോകുമ്പോൾ സ്വന്തം അച്ഛനേക്കാൾ സുരക്ഷിതത്വം ആ കുഞ്ഞിന് ഈ ഒരു കാമുകന്റെ കൂടെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുട്ടിക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ബാംഗ്ലൂരിലേക്ക് കടന്നു എന്നൊക്കെയാണ് വാർത്തകളും ഉള്ളത്. എന്തായാലും ഇവിടെ ഭർത്താവിന് പോയ പണവും സ്വർണവും ഒക്കെ പോട്ടെ, ആ കൊച്ചു കുഞ്ഞിന്റെ സുരക്ഷയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ പറയുന്ന കാമുകന്റെ തനി സ്വഭാവം പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് കുട്ടിയെ സുരക്ഷിതമായിട്ട് അച്ഛന്റെ അടുത്ത് എത്തിക്കാൻ പോലീസിന് കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ന്യായീകരിക്കാൻ വന്ന് ഒടുവിൽ കൂടുതൽ നാട്ടിച്ച ആ കൂട്ടുകാരുടെ വോയിസ് നോട്ടിനെ കുറിച്ചും ഈ ഒരു സംഭവത്തെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. മറ്റൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.